നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ മന്ത്രിമാര്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാര് പേഴ്സണൽ സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുമ്പോൾ, ആ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുമ്പോൾ, അവരുടെ ഓഫീസിൽ നിയമിക്കുമ്പോൾ നോക്കിക്കണ്ട് വച്ചില്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ടാവും. ഒരു പേഴ്സണൽ സ്റ്റാഫ് മതി. ഇപ്പൊ അലുവ കഴിക്കാൻ നല്ലത്. അതിനകത്തൊരു പല്ലിക്കാഷ്ടം വീണാൽ എങ്ങനെയിരിക്കും? ഒറ്റയാൾ മതി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ കണ്ടതാ. ഉമ്മൻചാണ്ടിയുടെ കൂടെ ഒരാളാണ് കടന്നുകൂടിയതാണ് ഇത്രയും വലിയ പ്രതിസന്ധി പ്രശ്നം ഉണ്ടായത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ജോപ്പൻ എന്ന് പറയുന്ന ഒരാള്, ആ വ്യക്തിയെ നിയന്ത്രിക്കാൻ ഉമ്മൻചാണ്ടി കഴിയാതെ പോയതാണ് സരിത നായരെ പോലുള്ള ആൾക്കാർ അവിടെ കയറി ഈ പ്രതിസന്ധി മുഴുവൻ പുള്ളിക്ക് ഉണ്ടാക്കാൻ കാരണം എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതുപോലെ മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അവിടെ ഇരിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ ഇവിടെ കയറിയാൽ പുള്ളിക്ക് അത് പ്രശ്നം ഉണ്ടാവും. ഇത് പറയാൻ കാരണം ഇന്ന് രാവിലെ സത്യം പറഞ്ഞാല് കുറെ അല്ല, നമ്മളിപ്പോ വ്യക്തിപരമായിട്ടല്ല, മുഖ്യമന്ത്രി വി ഡി സതീശനിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ ജനത്തിന്, കേരള സമൂഹത്തിന്, മലയാളി സമൂഹത്തിന് വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾക്ക് ഒത്ത് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകൾ ഉയരണം. അവിടെ ഇന്നിപ്പോ രാവിലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, മുഖ്യമന്ത്രിയുടെ പഴയ സ്റ്റാഫുകളെല്ലാം ഇപ്പോഴും ഉണ്ടാവും, ആരെയും അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. അഡീഷണൽ ആയിട്ട് ഒത്തിരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളാണ് പ്രസ് സെക്രട്ടറി, അതുപോലെ മീഡിയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ചില പോസ്റ്റുകൾ. അവരാണ് ഈ മീഡിയകളും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലമാണ്. പ്രസ് സെക്രട്ടറി കുഴപ്പമില്ല, പ്രസ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ പഴയ പ്രസ് സെക്രട്ടറി തന്നെയാണ്, മീഡിയ സെക്രട്ടറി തന്നെയാണ്, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയാണ്, അത് കുഴപ്പമില്ല. പക്ഷെ മീഡിയ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു ഒരു തസ്തികയില് വന്നിട്ടുള്ള ആളുടെ പേര് പറയുന്നില്ല, കാരണം പേര് പറഞ്ഞ ഒരാളിനെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നും തയ്യാറല്ല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പോലും പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശിനെ നഖശികാന്തം എതിർക്കുകയും അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, വാറോലകൾ എഴുതിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അദ്ദേഹം മീഡിയ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരാളെ വെക്കുന്ന മീഡിയ സെക്രട്ടറി ആയിട്ട് വെക്കുന്നതൊക്കെ, അല്ല പ്രസ് സെക്രട്ടറി ആയിട്ട് വെക്കുന്നതൊക്കെ ആ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ പ്രൊറോഗേറ്റീവുള്ള കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കമ്പൊന്നും പറയുന്നില്ല. പക്ഷേ ഈ വേറൊരു കാര്യം, പല മന്ത്രിമാരും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ വെക്കുന്നത് ഈ 10-30 പേരെ വരെയൊക്കെയാണ് വെക്കുന്നത്. വാസ്തവത്തിൽ അത്രയ്ക്കുള്ള പണിയൊന്നും പലർക്കും ഇല്ല അവിടെ. മാത്രമല്ല പലരും അവിടെ ഓഫീസിൽ ഇരിക്കാറില്ല, അവർ വേറെ പണിക്കാണ് പോകുന്നത്. അവിടെ മന്ത്രിയുടെ സെക്രട്ടറി പേഴ്സണൽ സ്റ്റാഫിൽ ഇരിക്കുന്ന ആള് ജോലി ചെയ്യുന്നത് KPC ഓഫീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും UDF കൺവീനറുടെ ഓഫീസിലോ ഒക്കെയാണ്. ഇത് CPM-ന്റെ കാലത്താണെങ്കിൽ അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ പണമെടുത്ത് അല്ലെങ്കിൽ ഖജനാവിലെ പണമെടുത്ത് ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ അമിതമായിട്ട്, അത് മാത്രമല്ല 2.5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവരെ മാറ്റിയിട്ട് വേറെ സ്റ്റാഫിനെ വെക്കുക. എന്തിന് 2 വർഷം കഴിഞ്ഞിട്ട്? 2.5 വർഷമാണ് പെൻഷന്റെ കാലാവധി. പക്ഷെ ഇപ്പൊ അത് മാറ്റി 4 വർഷം ആക്കുന്നു. 4 വർഷം ആക്കിയെന്ന് ഇപ്പൊ കേട്ടു മന്ത്രി പറഞ്ഞിട്ട്. അപ്പൊ ഈ 2.5 വർഷത്തെ കാലാവധിയുള്ള മന്ത്രിമാരുടെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യും? ചില മന്ത്രിമാരുടെ ടേം ഉണ്ടല്ലോ, ടേംസ് ഉള്ള മന്ത്രിമാർക്ക് 2.5 വർഷം കഴിയുമ്പോൾ അവരുടെ സ്റ്റാഫ് പോകും. അപ്പൊ അവർക്ക് പെൻഷൻ കൊടുക്കണ്ടേ? 4 വർഷം എന്നുള്ളത് പ്രായോഗികമാണെന്ന് എനിക്കറിയില്ല. എല്ലാം അവസാനം വരുമ്പോഴത്തേക്ക് ഇവർ ഒത്തുകളിച്ച്, അതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നുമില്ല, ഒത്തുകളിച്ച് പേഴ്സണൽ സ്റ്റാഫിന്റെ അവകാശങ്ങള്, MLA-മാരുടെ അവകാശങ്ങള്, മന്ത്രിമാരുടെ അവകാശങ്ങൾ, അവരുടെ അലവൻസ്, ശമ്പളം, ഒന്നിനും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ഞാന് മനസ്സിലാക്കിയത്, വി.ഡി. സതീശനെതിരെ പറയുന്ന ആളുകളെ വി.ഡി. സതീശന്റെ ക്യാമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നൊന്നും പറയത്തില്ലല്ലോ, പിന്നെ വിമർശിക്കത്തില്ലല്ലോ. അതൊരു സ്ട്രാറ്റജി അല്ലേ? അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വി.ഡി. സതീശൻ അങ്ങനെ ഭയമുള്ള ആളൊന്നുമല്ല. പുള്ളി വിമർശിക്കുന്നവരെയൊക്കെ പുള്ളിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ പുള്ളി അവരെ ഒതുക്കുമെന്നോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. സാക്ഷാൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡായ സോണിയാഗാന്ധിയെ വരെ വിമർശിച്ച ആളുകളെ അദ്ദേഹം പിടിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരുത്തുക എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായിട്ട് ചെയ്തവരുണ്ടോ? സോണിയാഗാന്ധിയെ വിമർശിച്ചവരുണ്ടോ അതിനകത്ത്? സോണിയാഗാന്ധിയെ വിമർശിച്ചതുണ്ട്, രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു, സാക്ഷാൽ വി.ഡി. സതീശനെ വരെ വിമർശിച്ചു. അപ്പൊ പിന്നെ അത് അദ്ദേഹത്തിന്റെ മഹത്വമല്ലേ കാണിക്കുന്നത്? തന്നെ വിമർശിച്ച ഒരാളെ തന്നെ അവിടെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ ഇത് പൊതുജനം കണ്ടും കേട്ടുമിരിക്കല്ലേ? ഇതാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധങ്ങൾ എവിടെയെങ്കിലും പറ്റിയാൽ ജനം അന്നേരം പറയും, ഇതാദ്യമേ പറഞ്ഞതല്ലേ. മകനായ ഉമ്മൻചാണ്ടി, ജനകീയനായ ഉമ്മൻചാണ്ടി, അദ്ദേഹം ഒരു ജനകീയൻ തന്നെയായിരുന്നു. അത് പേഴ്സണലായിട്ട് വ്യക്തിപരമായി അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, അതൊന്നും പക്ഷെ അദ്ദേഹം ഒരു ജനകീയനായിരുന്നു.
അദ്ദേഹത്തിന് പോലും അബദ്ധങ്ങൾ പറ്റി. ഇതൊക്കെ നമ്മൾ കണ്ട് കേട്ട് അത് പാഠമാക്കേണ്ടതാണ് പിൻതലമുറ. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടാണല്ലോ വരുന്നത്. എല്ലാവരും ഉമ്മൻചാണ്ടി അല്ലല്ലോ. എല്ലാവരും ഉമ്മൻചാണ്ടി ആവണ്ട, പക്ഷേ എന്റെ മുൻഗാമി എന്തായിരുന്നു ചെയ്തത്, അവിടെ വന്ന പോരായ്മകൾ, അവിടെ വന്ന തെറ്റുകൾ, അവിടെ വന്ന പാളിച്ചകൾ, അത് മനസ്സിലാക്കി വേണം ഞാൻ പിൻഗാമിയായിട്ട് ചെല്ലാൻ. അല്ല, എനിക്ക് തോന്നുന്നു പുള്ളി ആ കാര്യത്തിലൊക്കെ ഷൂടാന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി ആരെയൊക്കെ എവിടെയൊക്കെ ഇരുത്തിയിട്ടുണ്ടെങ്കിലും പുള്ളി അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന. മൊത്തം ലിസ്റ്റ് വന്നില്ല, മൊത്തം ലിസ്റ്റ് വരട്ടെ, അന്നേരം നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം പറയാം.